അല്ലേലും ഒരു പണി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നെ വൈത്താലെ നടക്കണം. എന്നാലേ ഒന്ന് നേരെ ചെയ്യാൻ അറിയൂ. ഓ അത് ഞാൻ തന്നെ പറയണോ? അവിടെ ഞാനും വെച്ചുവിടന്നേ. എന്നിട്ട് പോയി ബക്കറ്റ് എടുത്തു വാ. അപ്പത്തേക്കും ഞാൻ പിണ്ണാക്ക് എടുത്തു വരാം. ശരി അമ്മേ. കുറച്ച് മാറിന്നേ. അമ്പിളിയെ അങ്ങോട്ടേക്ക്. ഓ കടന്ന മോളല്ലേ? ദേ അമ്മ ഇപ്പൊ കൊണ്ടുവരട്ടോ. ദേ തൊയ്ത്തിൽ വെച്ച പിണ്ണാക്ക് തീർന്നിട്ടുണ്ട്. നീ പോയിട്ടേ വർക്കേരിയിലുള്ള പുതിയ ചാക്ക് പൊട്ടിച്ചെടുത്തോണ്ട് വാ. ആ ശരി അമ്മേ. ആ പിന്നെ ഇന്ന് പാല് ചോദിച്ച ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പാലില്ലെന്ന് പറഞ്ഞാലേ. അയ്യോ അതെന്താ അമ്മേ? അത് പിന്നെ എന്റെ മോള് പപ്പി വരുമല്ലയോ, അവക്ക് ഈ പാൽക്കോവെന്നൊക്കെ പറഞ്ഞാ വലിയ ഇഷ്ടാ. പോരാത്തതിന് ടീക്കും ജൂലിക്കും ഭയങ്കര ഇഷ്ടാ. അവിടെയൊക്കെ ഈ നല്ല വിലയല്ലയോ. അതാ അവള് വന്നു കഴിഞ്ഞാലേ ഉണ്ടാക്കി കൊടുക്കാന്ന് കരുതിട്ടാ. എന്തായാലും ഇന്നൊരു ദിവസത്തേക്ക് പാലില്ലെന്നേ എല്ലാരോടും അറിയിച്ചേക്കേണ്ടി. ശരി അമ്മേ. എന്നാ ചെല്ലങ്ങട്ടെ. ഓ കടന്ന് മൂളല്ലേ, ഇപ്പൊ കൊണ്ടുവരട്ടാ. ആഹാ അടിപൊളി കാഴ്ചയാണല്ലോ. ആദ്യമായിട്ടാണല്ലോ കുഞ്ഞീച്ച ബോഡി ഗാർഡ് ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഇരിക്കണേ, അതും ഇത്ര സങ്കടപ്പെട്ട്. വല്ലാത്ത കാഴ്ച തന്നെ. എന്നാലും ഇത്രക്കൊക്കെ വിഷമിക്കാൻ മാത്രം എന്തായിരിക്കും കാര്യം? അതും കൂടി അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നുകൂടെ സന്തോഷായേനെ. വലിയ ഹോള് കിട്ടി. കളിച്ചോ? അല്ലേ പെണ്ണേ, നിനക്ക് എന്ത് പറ്റി? രാവിലെ മുതൽ മോന്ത കടന്നിന് കുത്തിയ പോലെയാണല്ലോ. എന്തോ കാര്യം? വീട്ടിന്ന് ചേട്ടനും ചേച്ചിക്ക് വഴക്കുണ്ടാക്കിയോ? ഹേയ് അങ്ങനൊന്നുമില്ല. പിന്നെ എന്താടി? പിന്നെ എന്ത് പറ്റി? നീ സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ. പീട്ടി പീരീഡ് എന്ന് പറഞ്ഞാ അങ്ങ് പറന്ന് നടക്കാവല്ലേ പതിവ്. ഇപ്പൊ എന്താ ഒരിടത്ത് അടിഞ്ഞു ഒതുങ്ങിയിരിക്കുന്നേ? ഒന്നുമില്ലെന്നേ. ഇനിയിപ്പോ നിന്നോട് ഞാൻ ചോദിച്ചിട്ട് കാര്യമില്ല. നിക്ക് പിങ്കിനെ വിളിക്കാം. പിങ്കി ഞാനെത്തി. ഇന്റെ പൊന്നോ, ഇവളെന്താ റോക്കറ്റോ? വിളിച്ച ഉടനെ ഇങ്ങ് പറന്നെത്തിയല്ലോ. അല്ലടി വിളിച്ച ഉടനെ ഇങ്ങനെ പറന്നെത്തിയേ? അതാണ് പിങ്കി എന്ന് പറയുന്നത്. നിങ്ങളെ മനസ്സ് കണ്ടാലേ ഞാനത് മാനത്ത് കാണും മക്കളെ. ഓ മാനത്ത് കാണാൻ തുടക്കട്ടെ. ആദ്യമേ ഈ കുഞ്ഞാറ്റിന്റെ മനസ്സിലെന്താണ് കാണേ? അവക്കെന്താ? അതെനിക്ക് മനസ്സിലാവാത്തത്. രാവിലെ മുതലേ മോന്റെ കടന്നല് കുത്തിയമാരി വീർപ്പിച്ച് വെച്ചേക്കുവാ. എന്താന്ന് ചോദിച്ചിട്ട് ഒരു കുലുക്കുമില്ല. ഈ കാര്യം ഞാനും കാലത്ത് മുതൽ നോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കരുതി ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു കാണില്ലാന്ന്. അത് കരുതിട്ടാ മിണ്ടാതിരുന്നേ. ഇനിയിപ്പം അതന്നെയാണോ? ഹേയ് അതൊന്നല്ല. പിന്നെ എന്തുവാടി? അതെങ്കിലും ഒന്ന് വാ തുറന്ന് പറയുന്നേ. അതന്നെ എന്താണ് കാര്യം? ഞങ്ങളോട് പറയുന്നേ. ഓ അത് പിന്നെ ഞാൻ എങ്ങനെയാണ് പറയാ? വാ കൊണ്ടന്നെ, അല്ലാണ്ട് മൂക്കൊണ്ട് പറയാൻ പറ്റുമോ പൊട്ടത്തി? വലിച്ചു നീട്ടാണ്ട് ആ സന്തോഷ വാർത്ത ഒന്ന് പറയുന്നേ. എന്താണെങ്കിലും പറ കുഞ്ഞാറ്റേ, എന്തുവാ കാര്യം? ഇനിയിപ്പോ ആ ഓജാബോർഡ് കിട്ടാത്തതിന്റെ സങ്കടാണോടി? ഓ അത് വിട്ടേക്കുന്നേ. അത് പിന്നെയാണെങ്കിലും നമുക്ക് പോവാന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെന്താ? ഓ അതൊന്നുമില്ലടി, ഇത് വേറെയാ. വേറെയോ? ഡേഡേ നിങ്ങൾ ലാഗടിപ്പിക്കാണ്ട് വേഗം പറയാൻ നോക്ക്. പീട്ടി പീരീഡ് എന്നെ കഴിയാനായി. ബ്രേക്കും അവള് വലിച്ചു നീട്ടിയോണ്ട് നിൽക്കുക. ഒന്ന് കാര്യം പറയടി പെണ്ണേ. അത് പിന്നെ ചെന്നൈന്ന് തീക്കുട്ടി വരുന്നുണ്ടത്രേ. അയ്യേ ഈനാണോ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ? അല്ല ഇതേതാ പുതിയൊരു അവതാരം. ചിരിക്കല്ലേടി, നിങ്ങൾക്ക് തന്നെ അറിയാലോ എനിക്ക് അവളെ കണ്ണെടുത്ത് കണ്ടുടന്നേ. അവള് വന്നു കഴിഞ്ഞാലേ എന്റെ ഉള്ള മനസ്സമാധാനം പോവടി. ഓഹോ ഇതാണല്ലേ കാര്യം. ഓ വരുന്നത് ആരായിക്കോട്ടെ, ഇന്ന് മുതലേ അവൾ എന്റെ കശി തന്നെ. അല്ലേലും ഇവളെ ശത്രുക്കളെ